ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 10. നരസിംഹസ്വാമിയുടെ രൂപങ്ങളുടെ വർണ്ണന. ഞാൻ തിരുമലദാസുവിൻ്റെ അനുവാദം വാങ്ങി ഗുരുവപുരത്തേക്കുള്ള യാത്ര തുടർന്നു. ശ്രീപാദൻ്റെ ദൈവീക ലീലകൾ ഓർത്തപ്പോൾ ഞാൻ പുളകം കൊണ്ടു. വഴിക്ക് കുറച്ചു ദൂരെ ഒരു പവിത്രമായ അത്തിവൃക്ഷം കണ്ടു. മധ്യാഹ്നമായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അടുത്ത് ബ്രാഹ്മണ ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഭിക്ഷ ചോദിക്കാം. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് ആ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അത്തിമരത്തണലിൽ മറ്റൊരാൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അയാൾ ഒരു പൂണൂൽ ധരിച്ചിട്ടുണ്ടെന്ന് കണ്ടു. ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ അടുത്തെത്തി. മരത്തണലിൽ വന്നിരിക്കുവാൻ അപരിചിതൻ സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ചു. അയാളുടെ നോട്ടത്തിൽ അനുകമ്പ ഒഴുകിയിരുന്നു. അയാളുടെ മുമ്പിൽ ഒരു കുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആഹാര സാധനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെമ്പ് പാത്രം മാത്രം ഉണ്ടായിരുന്നു. അയാൾ ശ്രീപാദവല്ലഭനാമം ചൊല്ലിക്കൊണ്ടിരുന്നു. ജിജ്ഞാസ കൊണ്ട് ഞാൻ ചോദിച്ചു, ശ്രീമാൻ, അങ്ങ് ശ്രീപാദൻ്റെ ദിവ്യപാദങ്ങളുടെ ഭക്തനാണോ? അങ്ങ് ആ മഹാനായ പുണ്യപുരുഷനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ശ്രീമാൻ, ഞാനൊരു കുലീന വൈശ്യ കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ പേര് സുബ്ബയ്യ ശ്രേഷ്ഠി. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വീട്ടിൽ കുന്നുകണക്കിന് പണമുണ്ടായിരുന്നു. ഞാൻ ദൂരസ്ഥലങ്ങളിൽ പോയി ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നു. ഞാൻ കൂടെ കൂടെ കാഞ്ചീപുരത്ത് പോകുമായിരുന്നു. ആ പട്ടണത്തിൽ ചിന്താമണി എന്ന ഒരു വേശ്യയുമായി അടുപ്പത്തിലായി. ഞാൻ അനവധി പണം ചെലവഴിച്ചു. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൽ നിന്നുള്ള ബില്ലുമംഗലം എന്നൊരു ബ്രാഹ്മണനും കച്ചവട ആവശ്യത്തിനായി കാഞ്ചീപുരത്ത് വരാറുണ്ട്. അയാൾ അറബികൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ വിറ്റ് വജ്രക്കല്ലുകളെയും കുതിരകളെയും പകരമായി വാങ്ങിയിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കച്ചവടം ചെയ്യാറുണ്ട്. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉയർന്ന ഇനം കുതിരകളെ വാങ്ങിയിരുന്നു. ഭാഗ്യദോഷം കൊണ്ട് വേശ്യയുമായുള്ള ബന്ധം മൂലം ഞങ്ങൾ രണ്ടുപേർക്കും സദ്വൃത്തിയിൽ വീഴ്ച പറ്റി. കുറച്ചുകാലം അറബികളുമായുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും കച്ചവടം പ്രോത്സാഹനജനകമായി പോയിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ ധാരാളം പണം വാങ്ങി താണഗുണമുള്ള കുതിരകളെ തന്നു. ആ ഇടപാടിൽ ഞങ്ങൾക്ക് കനത്ത നഷ്ടം വന്നു. വ്യാപാരത്തിൽ വന്ന നഷ്ടത്തോടുകൂടി ഞങ്ങളുടെ സ്വത്തുക്കളും നഷ്ടമായി. മനോവേദന മൂലം എൻ്റെ ഭാര്യ മരിച്ചു. എനിക്ക് മനസ്ഥിരതയില്ലാത്ത ഒരു മകനുണ്ടായിരുന്നു. അവനും അകാല ചർമ്മം അടഞ്ഞു. എൻ്റെ മകനെ തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം എന്ന് പറയാവുന്ന പാതകയ തീർത്ഥം ഉള്ള പീഠികാപുരമാണ് എൻ്റെ ജന്മനാട്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ദൈവങ്ങളെയും ബ്രാഹ്മണരെയും അധിക്ഷേപിക്കാറുണ്ട്. കടം തിരികെ കിട്ടാനായി ഞാൻ ക്രൂരമായ മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. ഒരിക്കൽ ഐനവല്ലി ഗ്രാമത്തിൽ നിന്നും ഒരു വലിയ സംഘം ബന്ധുക്കൾ അപ്പലരാജ ശർമ്മയുടെ വീട്ടിലേക്ക് വന്നു. അവരെയെല്ലാം പാർപ്പിക്കുവാനും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുവാനുമുള്ള പണം അപ്പലരാജയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ശ്രീ ശർമ്മ തൻ്റെ കുടുംബ പുരോഹിതൻ ആയിരുന്നതുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ആവശ്യമുള്ളതെല്ലാം സൗജന്യമായി നൽകുമായിരുന്നു. അപ്പോൾ അതൊരു സംഭാവനയാകും. ശ്രീ അപ്പലരാജ ശർമ്മ ഒരു സംഭാവനയും സ്വീകരിക്കുകയില്ല. അനിവാര്യമായ അവസരങ്ങളിൽ അദ്ദേഹം എൻ്റെ പീടികയിൽ നിന്ന് ഒരു വരാഹൻ വിലയുള്ള സാധനങ്ങൾ കടമായി എടുക്കാറുണ്ട്. ബന്ധുക്കൾ പോയതിനു ശേഷം കടം മേടിച്ചത് തിരികെ ചോദിച്ച് ഞാൻ അപ്പലരാജ ശർമ്മയെ അലട്ടുവാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ കയ്യിൽ പണം ഇല്ലെന്നും പണം കിട്ടുന്ന ഉടൻ തീർച്ചയായും കടം വീട്ടുമെന്നും മറുപടി പറഞ്ഞു. കൂട്ടുപലിശ ഈടാക്കുന്നതിൽ ഞാനൊരു നിപുണനാണ്. സമയം പോയിക്കൊണ്ടിരുന്നു. പലിശമേൽ പലിശ കൂട്ടി കൃത്രിമമായ കണക്കുണ്ടാക്കി. കണക്ക് തീർക്കുവാൻ ശർമ്മ എനിക്ക് 10 വരാഹൻ തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത്രയും സംഖ്യ തരണമെങ്കിൽ രാജശർമ്മ തൻ്റെ വീട് വിൽക്കണം. അക്കാലത്തെ വില നിലവാരമനുസരിച്ച് 1 or 2 വരാഹൻ കൂടി കൊടുത്ത് എനിക്ക് വീട് സ്വന്തമാക്കാം. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞിരുന്നു. എൻ്റെ നിശ്ചയം രാജശർമ്മയ്ക്ക് തൻ്റെ വീടിന്മേലുള്ള അവകാശം ഒഴിപ്പിക്കലായിരുന്നു. എൻ്റെ ദുഷ്ടലക്ഷ്യം മനസ്സിലാക്കിയ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി പറഞ്ഞു, കുബുദ്ധിയായ മനുഷ്യ, നിങ്ങൾ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതുപോലെ ജൽപ്പിക്കുകയാണ്.
അഭിവന്ദ്യനായ കുടുംബ പുരോഹിതനെ അവമതിക്കുമ്പോൾ അത് ഞങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ നിങ്ങളുടെ രീതികൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടാകും. കത്തിജ്വലിക്കുന്ന അഗ്നിയേക്കാൾ പരിശുദ്ധനായ രാജശർമ്മയെ ക്ലേശിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ രൗരവവും മറ്റുമായ നരകങ്ങളിൽ വീഴും. ഒരിക്കൽ ശ്രീപാദൻ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ വീട്ടിലുള്ള സമയമായിരുന്നു. ഞാൻ ശ്രേഷ്ഠിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, രാജശർമ്മയ്ക്ക് എൻ്റെ കടം വീട്ടാൻ കഴിയാതെ വരികയാണെങ്കിൽ അയാൾക്ക് തൻ്റെ മക്കളിൽ ഒരാളെ എൻ്റെ കടയിൽ സേവനത്തിന് നിർത്തുകയോ അല്ലെങ്കിൽ താൻ തന്നെ സേവനത്തിന് നിൽക്കുകയോ ചെയ്യാം. ഒരു മകൻ കുരുടനാണ്, രണ്ടാമൻ മുടന്തനാണ്, മൂന്നാമൻ ശ്രീപാദന് പ്രായം 3 വയസ്സ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ കടം വീട്ടുക? വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ മനസ്സ് വളരെയധികം വേദനിച്ചു. കണ്ണുനീർ ധാരയായി ഒഴുകി. ശ്രീപാദൻ തൻ്റെ ദിവ്യമായ കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു നീക്കി. അദ്ദേഹം പറഞ്ഞു, മുത്തച്ഛ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാനാണ് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുനെയും കൊന്നത്. സുബ്ബയ്യൻ്റെ കടം വീട്ടുന്നത് എനിക്ക് ബുദ്ധിമുട്ടാകുമോ? ശ്രീപാദൻ എൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കടം വീട്ടുന്നു. വരൂ, നമുക്ക് നിങ്ങളുടെ കടയിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് തരുവാനുള്ള കടം തീർക്കാം. കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ പാർക്കുകയില്ല. മനസ്സിരുത്തി ചിന്തിക്കൂ. അഹങ്കാരം കൊണ്ട് അന്ധനായ ഞാൻ ആ നിർദ്ദേശത്തോട് യോജിച്ചു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ശ്രീപാദനെ തൻ്റെ ചുമലിൽ ഇരുത്തി എൻ്റെ കടയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, സുബ്ബയ്യ, ശ്രീപാദന് പകരമായി ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്നത് സമ്മതമാണോ? ഞാൻ സമ്മതിച്ചു. ഇതിനിടെ ജടകെട്ടിയ തലമുടിയുള്ള ഒരു സന്യാസി എൻ്റെ അടുത്ത് വന്ന് സുബ്ബയ്യ ശ്രേഷ്ഠിയുടെ കട ഏതാണെന്ന് ചോദിച്ചു. ഞാൻ സുബ്ബയ്യ ശ്രേഷ്ഠിയാണെന്നും എൻ്റെ കട അതുതന്നെയാണെന്നും ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ, എനിക്ക് അടിയന്തരമായ ഒരു ചെമ്പുപാത്രം വേണം. കുറച്ച് വില കൂടിയാലും തരക്കേടില്ല. പെട്ടെന്ന് തന്നാൽ എനിക്ക് പോകാമായിരുന്നു. എൻ്റെ പക്കൽ 32 ചെമ്പുപാത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെമ്പുപാത്രം മാത്രമേ ഉള്ളൂ എന്നും 10 വരാഹൻ തരികയാണെങ്കിൽ അത് തരാമെന്നും പറഞ്ഞു. അദ്ദേഹം ഉടനെ അത് അംഗീകരിച്ചു. എന്നാൽ ഒരു നിബന്ധന മാത്രം വെച്ചു. വെങ്കടപ്പയ്യയുടെ മടിയിലിരിക്കുന്ന ശ്രീപാദൻ തൻ്റെ കൈകൾ കൊണ്ട് അത് തരണം. ശ്രീപാദൻ അത് സമ്മതിച്ചു. സന്യാസി ശ്രീപാദൻ്റെ കൈകളിൽ നിന്ന് ചെമ്പുപാത്രം സ്വീകരിച്ചു. ശ്രീപാദൻ ചിരിച്ചു. ജടകെട്ടിയ മുടിയുള്ള സന്യാസിയും ചിരിച്ചു. ശ്രീപാദൻ സന്യാസിയോട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം നിറവേറി. ലക്ഷ്മി ഭഗവതി അങ്ങയുടെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കും. അങ്ങ് ഈ സന്യാസ വ്യവസ്ഥ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരികെ പോകണം. അങ്ങയുടെ ഭാര്യയും കുട്ടികളും അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സന്യാസി വലിയ സന്തോഷത്തോടെ തിരികെ പോയി. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയെയും അപ്പലരാജ ശർമ്മയെയും നാണം കെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്നത് സഫലമായി. അഹങ്കാരത്തോടെ ഞാൻ പറഞ്ഞു, ഇന്ന് ചെമ്പുപാത്രം വിറ്റതിലൂടെ എനിക്ക് ധാരാളം പണം കിട്ടി. അപ്പലരാജശർമ്മ എനിക്ക് തരുവാനുണ്ടായിരുന്ന 10 വരാഹൻ്റെ കടം വീട്ടിയതായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ശ്രീപാദനെ പരാധീനതയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഗായത്രി ദേവിയെ സാക്ഷിയായി ആണയിട്ടുകൊണ്ട് ഈ പ്രസ്താവന ചെയ്യണമെന്ന് ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ആവശ്യപ്പെട്ടു. നിർഭാഗ്യവാനായ ഞാൻ അങ്ങനെ ചെയ്തു. എൻ്റെ കുട്ടി ശങ്കരഭട്ട് അവധൂതന്മാരുടെയും സിദ്ധപുരുഷന്മാരുടെയും കൈകളിൽ നിന്ന് അവരുടെ അനുഗ്രഹത്തിൻ്റെ സൂചകമായി ഒരു കഷ്ണം ചെമ്പുപോലും ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നവന് സമൃദ്ധമായ സമ്പത്തുണ്ടാകും. ആ സന്യാസി എത്ര വലിയ ഭാഗ്യവാനാണ്! അദ്ദേഹം ശ്രീദത്തൻ്റെ അവതാരമായ ശ്രീപാദനിൽ നിന്ന് ദൈവകൃപയോടുകൂടി ഒരു ചെമ്പുപാത്രം സ്വീകരിച്ചു. ഞാൻ ഏറ്റവും ഭാഗ്യം കെട്ടവനാണ്. ആ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തിളങ്ങിയിരുന്ന ലക്ഷ്മി ഭഗവതിയുടെ ചൈതന്യം കുറയുവാൻ തുടങ്ങി. ശ്രീപാദൻ്റെ ലീലകൾ ചിന്തിക്കുവാനോ സങ്കല്പിക്കുവാനോ കഴിയാത്തവയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കും സത്യമായി വരും. എൻ്റെ കൈവശം 32 ചെമ്പുപാത്രങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു പാത്രം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നുണ പറഞ്ഞു. ശ്രീപാദൻ എൻ്റെ നുണയെ സത്യമാക്കി തീർത്തു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും ശ്രീപാദനും പോയതിനു ശേഷം ഞാൻ പീടിക പരിശോധിച്ചപ്പോൾ 31ൻ്റെ സ്ഥാനത്ത് ഒരു ചെമ്പുപാത്രമാണ് കണ്ടത്. 10 വരാഹൻ കിട്ടുവാൻ വേണ്ടി ഞാൻ തെറ്റായ കണക്കുകൾ കാണിച്ചു. ശ്രീപാദൻ അദ്ദേഹത്തിൻ്റെ ലീല കൊണ്ട് ശ്രീ അപ്പലരാജ ശർമ്മയുടെ ചില ആശങ്കകൾ പരിഹരിച്ചു.
പ്രഭാതവും പ്രദോഷവും വളരെ പവിത്രമായ സമയങ്ങളാണ്. ഉഷസന്ധ്യ സമയത്തും അസ്തമയ സമയത്തും അഗ്നിയെ ആരാധിക്കുന്നത് ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുന്നു. പുലർകാലത്ത് സൂര്യഭഗവാന്റെ എല്ലാ ഊർജങ്ങളും പ്രബലങ്ങളാണ്. സായംകാലത്ത് എല്ലാ ഊർജങ്ങളും പിൻവാങ്ങി സൂര്യഭഗവാനിലേക്ക് തന്നെ ചേരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ദാനം സ്വീകരിച്ചാൽ പുണ്യത്തിൻ്റെ മാറ്റ് കുറയുമെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങയിൽ നിന്ന് മാത്രമാണ് ദാനം സ്വീകരിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് കേൾക്കുന്നത്. എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ശ്രീപാദൻ ശ്രീ ദത്താത്രേയൻ്റെ അവതാരമാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നരസിംഹത്തിൻ്റെയും ശിവൻ്റെയും അവതാരമാണെന്ന് പറയുന്നവരുമുണ്ട്. എങ്ങനെയാണ് അനസൂയയുടെ പ്രകൃതി ശിവൻ്റെ അകത്തുണ്ടാകുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് വിവരിച്ചു പറയാമോ? സുബ്ബയ്യശ്രേഷ്ഠി പറഞ്ഞു, ശ്രീമാൻ, അങ്ങേക്ക് വിശക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് മതജാതി വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ കുടിക്കാൻ നല്ല വെള്ളവും ഭക്ഷിക്കാൻ നല്ല ആഹാരവും കൊടുക്കണമെന്ന് ശ്രീ വല്ലഭൻ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കാറുണ്ട്. അങ്ങ് ആദ്യം ആഹാരം കഴിക്കൂ. സമീപത്തൊരു കുളമുണ്ട്. കൈകാലുകളും മുഖവും കഴുകി വരൂ. അതിനിടെ ഞാൻ ആ കാണുന്നിടത്ത് നിന്ന് 2 വാഴയില കൊണ്ടുവരാം. പച്ചവെള്ളരിക്കയും പരിപ്പുമാണ് ഊണിന് കറി. അമൃത് പോലെ അത്ര നല്ല സ്വാദുള്ളവയായിരിക്കും അവ. ഞാൻ ആശ്ചര്യഭരിതനായി. കുട്ടയിൽ ഒരു ചെമ്പുപാത്രം ഒഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണ സാധനങ്ങളോ പഴങ്ങളോ പച്ചക്കറിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സർവോപരി ഊണിന് വെള്ളരിക്ക പരിപ്പ് കറി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ കുളത്തിൽ പോയി കൈകാൽ കഴുകി വരാമെന്ന് ഞാൻ നിശ്ചയിച്ചു. സുബ്ബയ്യശ്രേഷ്ഠി വാഴയില കൊണ്ടുവരുവാൻ പോയി. കൈകാലുകളും മുഖവും കഴുകി ഞാൻ കുളത്തിൽ നിന്ന് തിരിച്ചെത്തി. സുബ്ബയ്യശ്രേഷ്ഠി 2 വാഴയിലകൾ കൊണ്ടുവന്നു. അവിടെയുള്ള പനയോലയിൽ നിന്ന് ചെറിയ കോപ്പകൾ ഉണ്ടാക്കി. ഞാൻ ഈ സംഭവങ്ങൾ വിസ്മയത്തോടെ നോക്കി നിന്നു. അദ്ദേഹം കണ്ണുകൾ അടച്ച് കുറച്ചു നേരം ധ്യാനിച്ചു. അതിനുശേഷം കൈവശമുള്ള ചെമ്പുപാത്രത്തിൽ നിന്ന് കോപ്പകളിലേക്ക് വെള്ളം പകർന്നു. ഒഴിഞ്ഞ ചെമ്പുപാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചത് അത്ഭുതമായിരുന്നു. അതേ പാത്രത്തിൽ നിന്ന് കറി വിളമ്പി. പിന്നെ ചോറ് വിളമ്പി. ഞങ്ങൾ 2 പേരും സമൃദ്ധമായ അമൃതോപമമായ ആഹാരം ഒരു പ്രസാദം പോലെ നല്ല സ്വാദോടെ ഭക്ഷിച്ചു. ഞങ്ങളുടെ ഊണ് കഴിഞ്ഞപ്പോൾ ചെമ്പുപാത്രം മുമ്പേ പോലെ ഒഴിഞ്ഞു തന്നെ ഇരുന്നു. ശനിവാര പ്രദോഷ സമയത്ത് ചെയ്യുന്ന ശിവാർച്ചനയുടെ ഫലം. ശ്രീപാദൻ എല്ലാ ദേവതകളുടെയും സാക്ഷാത്കാരമാണ്. ശനീശ്വരൻ കർമ്മകാരനാണ്. ഗ്രഹങ്ങളിൽ രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാകുന്നു. രാഹു ശനിയെപ്പോലെ ഫലങ്ങൾ നൽകുന്നു. കേതു ചൊവ്വയെപ്പോലെ ഫലങ്ങൾ നൽകുന്നു. കർമ്മകാരനായ ശനി എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയായ സൂര്യൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ശനിയാഴ്ചയിലെ സായം സന്ധ്യ വളരെ ശക്തമാണ്. രാഹുവിന് ചതുർത്ഥിയും ത്രയോദശിയും ശക്തമായ തിഥികളാണ്. അതുകൊണ്ട് മഹത്തും പവിത്രവുമായ ശനി ത്രയോദശിക്ക് സായം സന്ധ്യാസമയത്ത് ശിവനെ പൂജിക്കുന്ന ഒരു വ്യക്തി മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ ഹീന പാപകർമ്മങ്ങളുടെയും ഫലത്തിൽ നിന്ന് മോചിതനാകും. ശ്രീപാദൻ ചൊവ്വ കുജൻ നിയന്ത്രിക്കുന്ന ചിത്ര നക്ഷത്രത്തിൽ അവതരിച്ചു. അതുകൊണ്ട് ചിത്ര നക്ഷത്ര ദിവസം ശ്രീപാദനെ ആരാധിച്ചാൽ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ശമിക്കും. യുദ്ധങ്ങളുടെയും അത്യായുധങ്ങളുടെയും ആയുധങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അകാല മരണങ്ങളുടെയും ദുരിതങ്ങളോടും ബാധ്യതകളോടും കൂടിയുള്ള ജീവിതത്തിൻ്റെയും കാരണം ചൊവ്വയാണ്. ഋണം അല്ലെങ്കിൽ കടം എന്നാൽ പാപമാണ്. അരുണം എന്നാൽ പാപമില്ലാത്തത് എന്നാണ് അർത്ഥം. ചിത്ര നക്ഷത്ര സമയത്തും ചൊവ്വാഴ്ചയും ശ്രീപാദൻ കടും ചുവപ്പ് വർണ്ണത്തിൽ തിളങ്ങുന്നു. ആ ദിവസം അദ്ദേഹം അരുണാചലേശ്വരൻ്റെ രൂപത്തിലായിരിക്കും. ചിത്ര നക്ഷത്രത്തോടു കൂടിയുള്ള ചൊവ്വാഴ്ച ദിവസം ശ്രീപാദനെ പൂജിക്കുന്നത് പ്രത്യേകിച്ചും വളരെയധികം ശുഭകരമാണ്. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയും ബാപ്പനാരിയും ശനിയാഴ്ച വൈകുന്നേരത്തെ ശിവ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പലരാജ ശർമ്മയും ആ ദിവസം വളരെ കൃത്യമായ ആത്മീയ അച്ചടക്കം പാലിക്കാറുണ്ട്. അഖണ്ഡലക്ഷ്മി സൗഭാഗ്യവതി സുമതി മഹാറാണിയും ശിവരൂപത്തിൽ ആവേശിച്ചിരുന്ന മഹത്തായ അനസൂയാഭാവത്തെ ധ്യാനിച്ചിരുന്നു. ഈ ശ്രേഷ്ഠമായ തപങ്ങളുടെ ഫലമായി ശ്രീപാദ അവതാരമുണ്ടായി. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളാൽ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയിൽ നിന്നും നരസിംഹവർമ്മയിൽ നിന്നും ബാപ്പനാരിയിൽ നിന്നും കിട്ടുന്നതൊന്നും ദാനമായി കണക്കാക്കരുത് എന്ന് നിശബ്ദമായി തൻ്റെ പിതാവിനെ മനസ്സിലാക്കണം എന്ന് ശ്രീപാദൻ ആഗ്രഹിച്ചു. നേരെ മറിച്ച് അവരിൽ നിന്ന് പണം സ്വീകരിക്കാതിരിക്കുന്നത് വലിയ പാപമാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു.
ശങ്കരഭട്ട്, ശ്രീപാദൻ എല്ലാ ദേവതകളുടെയും സാക്ഷാത്കാരമാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകൃതി എല്ലാ ദേവതകൾക്കും അതീതമായി പോകുന്ന ഒന്നാണ്. അദ്ദേഹത്തെ കാണുന്നവരും സ്പർശിച്ചവരും അദ്ദേഹവുമായി സംസാരിച്ചവരും തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. സുബ്ബയ്യ ശ്രേഷ്ഠി വിവരിക്കുവാൻ തുടങ്ങി. ശ്രീപാദൻ ഇപ്രകാരം ഒരു പുതിയ രീതിയിൽ തൻ്റെ പിതാവിൻ്റെ കടം വീട്ടിയ വാർത്ത പീഠികാപുരത്ത് കാട്ടുതീ പോലെ പരന്നു. ശ്രീപാദൻ 3 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ശ്രീ അപ്പലരാജ ശർമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകി. സുമതി മഹാറാണി തൻ്റെ പ്രിയപുത്രനെ കെട്ടിപ്പുണർന്നു. അവർ വളരെ നേരം ഒരു മോഹാവസ്ഥയിലായിരുന്നു. വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയും നരസിംഹവർമ്മയും ബാപ്പനാരെയും രാജശർമ്മയുടെ ഗൃഹത്തിലേക്ക് വന്നു. തൻ്റെ പിതാവിനെ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് മകൻ്റെ കടമയാണെന്ന് ശ്രീപാദൻ പറഞ്ഞു. ശ്രീ രാജശർമ്മയുടെ ഗൃഹം സന്ദർശിക്കുവാൻ ഞാനും ക്ഷണിക്കപ്പെട്ടു. അവിടെ കൂടിയിരുന്ന ഗുരുജനങ്ങളുടെ മുമ്പിൽ വെച്ച് രാജശർമ്മയുടെ കടം പൂർണ്ണമായി വീട്ടിയതായി ഞാൻ പ്രഖ്യാപിച്ചു. രാജശർമ്മ അത് അംഗീകരിച്ചില്ല. ഒരു സന്യാസി വന്ന് 10 വരാഹൻ കൊടുത്ത് ഒരു ചെമ്പുപാത്രം വാങ്ങിയപ്പോൾ എങ്ങനെയാണ് തൻ്റെ കടം വീട്ടപ്പെട്ടത്? പിന്നെ രസകരമായൊരു ചർച്ച നടന്നു. ശ്രീ ബാപ്പനാര്യ ശ്രീപാദനോട് ചോദിച്ചു, നിനക്ക് ആ ജടകെട്ടി സന്യാസിയെ അറിയാമോ? ശ്രീപാദൻ പറഞ്ഞു, ആ സന്യാസിയെക്കുറിച്ച് മാത്രമല്ല എല്ലാ സന്യാസിമാരെക്കുറിച്ചും എനിക്കറിയാം. ശ്രീപാദൻ്റെ പ്രകൃതം. ബാപ്പനാര്യ, നീ 3 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നിന്റെ പ്രായത്തിന് യോജിക്കുന്നതിനേക്കാൾ കവിഞ്ഞ വാക്കുകളാണ് നീ പറയുന്നത്. നീ സർവജ്ഞനാണോ? ശ്രീപാദൻ, നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് എനിക്ക് 3 വയസ്സാണ് എന്നാണ്. എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എനിക്ക് വളരെ ലക്ഷം വർഷങ്ങൾ പ്രായമുണ്ട്. ഈ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. മഹാപ്രളയത്തിന് ശേഷവും ഞാൻ ഉണ്ടായിരിക്കും. സൃഷ്ടിയുടെ പ്രവർത്തനങ്ങളുടെ സമയത്തും ഞാൻ ഉണ്ടായിരിക്കും. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്നെ കൂടാതെ നടക്കുകയില്ല. ഞാൻ എല്ലാറ്റിനും സാക്ഷിയായിരിക്കും. ബാപ്പനാര്യ, ശ്രീപാദ, ഒരു ചെറിയ കുട്ടി താൻ ചന്ദ്രനിലാണെന്ന് വെറുതെ സങ്കല്പിക്കുന്നു. അവൻ വാസ്തവത്തിൽ ചന്ദ്രനിലാണെന്ന് അതിനർത്ഥമില്ല. ഒരാൾക്ക് നേരിട്ട അനുഭവം ഉണ്ടാകണം. സർവജ്ഞത്വവും സർവശക്തിത്വവും സർവവ്യാപകത്വവും പ്രപഞ്ചരക്ഷകൻ്റെ ലക്ഷണങ്ങളാണ്. ശ്രീപാദൻ, ഞാൻ എല്ലാ കാലത്തും എല്ലായിടത്തും സ്ഥിരമായുള്ള അനാദിയായ പ്രകൃതിയാണ്. ആവശ്യങ്ങൾക്കനുസരണമായി എൻ്റെ അസ്തിത്വം താനേ വെളിപ്പെടുന്നു. ഞാൻ എന്നെ വെളിപ്പെടുത്തിയില്ല എന്നതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഞാനില്ല എന്ന് അർത്ഥമാകുന്നില്ല. ഞാൻ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവ അവയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. ഞാനൊരു പ്രത്യേക കോശത്തിലുള്ളതായി ഞാൻ നിങ്ങൾക്ക് ഒരു അനുഭവം തരികയാണെങ്കിൽ ഞാൻ ആ കോശത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ ഞാൻ അവിടെ അനുഭവം തന്നില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ ആ കോശത്തിൽ ഇല്ല എന്ന് അർത്ഥമാകുന്നില്ല. ഞാൻ എപ്പോഴും എല്ലായിടത്തും വ്യാപിക്കുന്നു. എല്ലാതരം അറിവും സാമർഥ്യവും എൻ്റെ കാൽക്കലാണ് ഉള്ളത്. അനേകം പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ എൻ്റെ ഇച്ഛ കൊണ്ട് നടക്കുന്നു. ഞാൻ സർവശക്തനാണെന്നതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അപ്പലരാജ ശർമ്മ, എൻ്റെ പ്രിയപ്പെട്ടവനെ, ജനിച്ച ദിവസം മുതൽ നീ ഞങ്ങൾക്കൊരു സമസ്യയാണ്. നീ ഭഗവാൻ ദത്തനാണെന്ന് നീ വീണ്ടും വീണ്ടും പറയുന്നു. മറ്റൊരു അവതാരത്തിൽ നരസിംഹ സരസ്വതി എന്ന പേരിൽ വീണ്ടും വരുമെന്നും പിന്നെയും പിന്നെയും പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ കാക്കകളെ പോലെയാണ്. നിന്റെ ചെയ്തികളെ അഭിനയമായും മാനസിക അസന്തുലിതാവസ്ഥ മൂലമുള്ള മൂഢത്വമായും കപടമായ തന്ത്രങ്ങളായും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. നാം ബ്രാഹ്മണരാണ്. നാം നമുക്ക് വിധിച്ചിട്ടുള്ള ധർമാനുസാരിയായ കർമ്മങ്ങൾ ആചരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനപ്പുറം പോയി നാം അവതാരങ്ങളാണെന്നും ദിവ്യമായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണെന്നും വിളംബരം ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായ അഹംഭാവമായി കണക്കാക്കപ്പെടും. ശ്രീപാദൻ, അച്ഛാ, അങ്ങ് പറയുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ സത്യം മാത്രം പറയണം, അല്ലേ? എൻ്റെ പാലിൻ്റെ കടത്തിൻ്റെ കാര്യം ഉയർന്നു വന്നപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി. പഞ്ചഭൂതങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതിന് എതിരായി ഞാൻ ദത്തഭഗവാനല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ഞാൻ അസത്യം പറയുക എന്ന തെറ്റ് ചെയ്യുക ആവുകയില്ലേ? ആകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി ഒരാൾ അത് സൂര്യനല്ല എന്ന് പറയുകയാണെങ്കിൽ സൂര്യൻ മറ്റാരെങ്കിലും ആകാമോ? സത്യം സ്ഥലത്താലും സമയത്താലും നിബന്ധിതമാണ്. പീഠികാപുരത്തെ ബ്രാഹ്മണർ തങ്ങൾ ജീവിക്കുന്ന ശരീരങ്ങളും വ്യക്തികളുമാണെന്ന പ്രകൃതി അനുസൃതമായ തോന്നലിലാണ്. അതുപോലെ തന്നെ ഞാൻ സർവജ്ഞത്വവും സർവവ്യാപകത്വവും സർവശക്തിത്വവുമുള്ള ദത്തനാണെന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. യുഗങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കാം. പല ലോകങ്ങളുടെയും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കാം. എന്നാൽ എങ്ങനെയാണ് ദത്തൻ തന്നെയായ എനിക്ക് ദത്തനാകാൻ കഴിയാതിരിക്കുക? ബാപ്പനാര്യ,
ശ്രീപാദ, സന്യാസി പോയതിനു ശേഷം 31 പകരം ഒരു ചെമ്പ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തെങ്കിലും കൗശലം ഉപയോഗിച്ച് അവയെ അപ്രത്യക്ഷമാക്കിയോ? ശ്രീപാദൻ: എല്ലാം സമയത്തിൽ നിന്നും വിധിയിൽ നിന്നുമുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കുന്നു. ഒരു കാര്യവും ഒരു കാരണം കൂടാതെ സംഭവിക്കുവാൻ സാധ്യതയില്ല. ഇത് പ്രകൃതിയിലെ അനിവാര്യമായ ഒരു നിയമമാണ്. ഈ സുബ്ബയ്യ ശ്രേഷ്ഠി മുജ്ജന്മത്തിൽ ഒരു വനപ്രദേശത്ത് ദത്തൻ്റെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ത്രീകളോടുള്ള ആസക്തി ഒരു ഭ്രമിത അവസ്ഥയിലായി. സ്ത്രീകളോടുള്ള കാമത്താൽ ഭ്രമിച്ചു വശായ അയാൾ പണ്ട് മുതൽക്ക് തൻ്റെ പൂർവികന്മാർ പൂജിച്ചു വന്ന ചെമ്പുകൊണ്ടുള്ള വലിയ ദത്തവിഗ്രഹങ്ങളെ വിറ്റു. വിറ്റുകിട്ടിയ പണം അയാൾ തൻ്റെ വെപ്പാട്ടിക്ക് കൊടുത്തു. ദത്തവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതായി അയാൾ എല്ലാവരോടും പറഞ്ഞു. ഇവിടെ വന്ന സന്യാസി മുജ്ജന്മത്തിൽ ലൗകിക ജീവിതത്തിൽ മുഴുകിയ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. പണത്തിനോടുള്ള കൊതി മൂലം ദത്തവിഗ്രഹത്തെ ഉരുക്കിയ അയാൾ ഈ ജന്മത്തിൽ ഒരു ദരിദ്രനായി ജനിച്ചു. ദത്തനെ വളരെ വർഷങ്ങൾ പൂജിച്ചതിൻ്റെ പുണ്യം കൊണ്ട് പൂജാരി ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചു. പൂർവ്വജന്മത്തിലെ ഉരുക്കപ്പെട്ട ദത്തവിഗ്രഹം 32 ചെമ്പു പാത്രങ്ങളായി വിൽക്കപ്പെട്ടു. സ്വർണ്ണപ്പണിക്കാരൻ നരസിംഹമൂർത്തിയുടെ ഉപാസകനായിരുന്നു. അയാൾ നരസിംഹമൂർത്തിയുടെ മുമ്പിൽ വെച്ചാണ് ഈ ചെമ്പു പാത്രങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ട് ദൈവേച്ഛയനുസരിച്ച് നരസിംഹത്തിൻ്റെ 32 അവതാരങ്ങളുടെ സത്തായ ഗുണങ്ങൾ ഈ ചെമ്പു പാത്രങ്ങളിലേക്ക് പ്രവേശിച്ചു. തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ അവിഭാജ്യമായ ഭക്തിയോടെ എന്നെ ആരാധിച്ചു. തൻ്റെ ദാരിദ്ര്യം അകറ്റിത്തരണമെന്ന് അയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞാൻ അയാളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അയാളോട് പീഠികാപുരത്തേക്ക് വരുവാൻ പറഞ്ഞു. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊരു ചെമ്പ് പാത്രം വാങ്ങണമെന്നും അതിന് 10 വരാഹൻ വില നൽകണമെന്നും അങ്ങനെ എന്നെ എൻ്റെ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും പറഞ്ഞു. അയാൾ അതുപോലെ ചെയ്ത് ഭാഗ്യം നേടി. അയാളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഊഹിക്കാൻ പറ്റാത്ത വിധം പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ അയാളെ അനുഗ്രഹിച്ചു. തനിക്ക് കടം തന്നവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനായി അയാൾ ഒരു സന്യാസിയുടെ വേഷത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സന്യാസിയെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാമെന്ന് വ്യക്തമാണല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ക്രമരഹിതമായി 10 വരാഹൻ പിരിക്കുവാൻ ഈ സുബ്ബയ്യ ശ്രേഷ്ഠി ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് 10 വരാഹൻ കൊടുക്കുവാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. അതിന് പകരമായി അദ്ദേഹം അതുവരെ നേടിയ പുണ്യമെല്ലാം എടുത്തു കളയുകയും ചെയ്തു. സുബ്ബയ്യ ശ്രേഷ്ഠി, ചിന്താമണിയുമായുള്ള നിങ്ങളുടെ കാമാസക്തമായ കാര്യങ്ങളും അശ്ലീലവും അനുചിതവുമായ പ്രവൃത്തികളും എനിക്കറിയാം. നിങ്ങളുടെ കഥ മനുഷ്യചരിത്രത്തിൽ ഒരു ഹാസ്യനാടകമായി അവശേഷിക്കും. നിങ്ങൾ ഒരു മരക്കുട്ടയിൽ പലഹാരങ്ങൾ കൊണ്ടു നടന്ന് വിറ്റ് ഉപജീവനം കഴിക്കും. നിങ്ങൾ അത് എന്നെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് വിൽക്കും. നിങ്ങളിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ബന്ധുക്കൾക്ക് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബനിയ കണക്ക് കൂട്ടൽ നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. നിങ്ങൾ തന്ന പണം ഭക്ഷണവും പരിപ്പും വെള്ളരിയും പാചകം ചെയ്യാൻ മാത്രം തികയുമായിരുന്നു. നിങ്ങൾ ഒരു ശോച്യാവസ്ഥയിലാകുമ്പോൾ, ഭക്ഷണം പോലും കിട്ടാതാകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെമ്പുപാത്രം ചോറും പരിപ്പും വെള്ളരിയും മാത്രം തരും. നിങ്ങൾക്കും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാനുള്ളത് മാത്രം ഉണ്ടാകും. ശ്രീപാദൻ ശക്തമായി തന്നെ പറഞ്ഞു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.